ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാരണം എന്താണെന്നറിയോ? എന്താ? അവള് തിരിച്ചു വരണം. ഇങ്ങോട്ട്, ഈ കണിമംഗലത്തേക്ക് തന്നെ വരണം. അതോടെ രാധികയുടെ അഹങ്കാരം അവസാനിക്കുമല്ലോ. സ്വന്തം കൂട്ടത്തിലിട്ട് വളർത്തി അവളുടെ ഓർമ്മകൾ നശിപ്പിച്ചു. സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. അതെത്ര വലിയ ക്രിമിനൽ കുറ്റമാണെന്ന് അറിയോ നിനക്ക്? നാടോടികൾക്ക് നാട്ടിലെ നിയമം ഒന്നും ബാധകമല്ലെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. നീയൊക്കെ ചെയ്തതിന്റെ ഒരു തുണ്ട് കടലാസ് കോടതിയിൽ കൊണ്ടുപോയി കൊടുത്താലുണ്ടല്ലോ, പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കലായിരിക്കില്ല. അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും ജയിലിനകത്ത് കിടക്കലാവും സകലതിന്റെ വിധി. അത് ചെയ്യിക്കണോ എന്നെ കൊണ്ട്? ഐ ആം അഡ്വക്കേറ്റ് ആരതി. എന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ ഇന്നത്തോടെ നിന്റെ പദവി ഞാനങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് കോടതിയിലേക്കും അവിടുന്ന് ജയിലിലേക്കും കൊണ്ടുപോകും. മനസ്സിലായോ നിനക്ക്? ആ പെൺകുട്ടി പ്രിയങ്ക, അവൾ എങ്ങനെ ഇവിടെ വന്നു? എവിടുന്നാ നിങ്ങൾക്ക് അവളെ കിട്ടിയത്? അങ്ങനെ ഒരു പെൺകുട്ടി കയ്യിൽ വന്നിട്ട് നാട്ടുകാരെയോ പോലീസുകാരെയോ വിവരം അറിയിക്കാത്തതിന്റെ കാര്യം എന്താ? അവളെ സ്വന്തം കൂട്ടത്തിൽ ഒരാളായി കൊണ്ടു നടന്നത് എന്തിനാ? പറയടി. அது அவளை எங்களுக்கு ஒரு கொக்கையில இருந்து தான் கிடைச்சது. திரும்பி கொடுக்கிறதுக்கு அவளை யாருன்னு எங்களுக்கு தெரியலையே. அவள் ஒண்ணுமே பேசல. മനുഷ്യതന്മ ഇരുന്നതിനാല് കൂടെ നിർത്തിയാച്ച്, സോറ് പോട്ടാച്ച്. എന്നിട്ട് വില പേശി വിൽക്കാനും തീരുമാനിച്ചു അല്ലേ? ഇതിനു മുൻപ് എത്ര പെൺകുട്ടികളെ കടത്തിയിട്ടുണ്ട് നീ? എത്ര പെൺകുട്ടികളെ വിലക്ക് വിറ്റിട്ടുണ്ട് നീ? അപ്പടിയൊന്നും ഇല്ലമ്മ. എനിക്ക് പകരം ഇവിടെ പോലീസാണ് വരുന്നെങ്കിൽ നിന്റെ അടിനാവിയിൽ തൊഴിച്ചുകൊണ്ടായിരിക്കും അവര് ചോദ്യങ്ങൾ ചോദിക്കുക. അതിനേക്കാളും കൃത്യമായി കാര്യങ്ങൾ എന്നോട് പറയുക. ആ മരിച്ച പെൺകുട്ടി ആരാ? മരണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം, അതായത് തലേ ദിവസം നിങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. മരണം നടന്ന ദിവസം നിങ്ങൾ അവിടുന്ന് മാറുകയും ചെയ്തു. ചോദിച്ചത് കേട്ടില്ലേടി? ആരാ പെൺകുട്ടി? நான் சொல்லலாம் மேடம், அது என்னோட மகள் தான். அவளை காணாத போயாச்சு மேடம். தூரம் எங்கேயோ போயன்னு கருதி காத்து இருந்தாச்சு. ஆனா திரும்பி வரல. திரும்பி போகலான்னு சொல்லி எல்லாம் எடுத்து வைக்கத கூட்டத்தில இந்த பொண்ணு போதம் இல்லாத அங்க கிடக்குனது பார்த்தாச்சு. நான் அவளை மகள மாதிரி தான் பார்த்தேன். என்னோட கூட தான் தூங்கியது, நான் தான் ஊட்டியது. எங்க போகும்போது என் கூட இருந்த மேடம். யாரு மேடம் என் பொண்ணை கொன்னது? அவ என்ன பாவம் பண்ணது சொல்லுங்க மேடம். என்னோட பொண்ணு நீ திரும்பி வராதா? அவளை கொன்னது யாரு மேடம்? காட்டி கொடுங்க மேடம். നിങ്ങൾ പേടിക്കണ്ട. മരിച്ചതാരാണെന്ന് വ്യക്തമായതോടെ ഈ കേസിലെ ഒരു ഘട്ടം കഴിഞ്ഞു. നിങ്ങളുടെ മകളുടെ കൊലയാളികളെ നിശ്ചയമായും നിയമത്തിന്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ വീണ്ടും വരും. ചോദിക്കാനുള്ള സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യും. കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണത്തിനെ ഇല്ലാതാക്കിയിട്ട് വലിയ ചങ്കറപ്പോടെ തലൈവിയൊന്നും പറഞ്ഞു നിൽക്കുന്ന ഈ നിൽപ്പുണ്ടല്ലോ, അത് നിലനിൽക്കുന്നതല്ല. മുന്നോട്ട് പോകുമ്പോ കൂടെ സഹകരിച്ചാൽ നിനക്കും നിന്റെ കൂടെ ഉള്ളവർക്കും കൊള്ളാം. അല്ലെങ്കിൽ ആദ്യം നീ, അത് കഴിഞ്ഞേ ബാക്കിയുള്ളവർ ജയിലിലെത്തൂ. കേട്ടല്ലോ? ഈ പായസം താമസിച്ച് തന്നെയാണോ? അതെ, നന്നായില്ലേ? വളരെ നന്നായിട്ടുണ്ട്. ഞാനും ചെറിയമ്മ ഇവിടെ വെച്ചതാ.
കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ആ, ചെറിയമ്മ സഹായിച്ചു. പായസം കേമം, തന്റെ മുഖത്തെ സന്തോഷം കെങ്കേമം. അല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു സെലിബ്രേഷൻ ഒക്കെ പോലെ? ഉണ്ട്. എന്റെ അനുജത്തെ ജീവിച്ചിരിക്കുന്നതിന്റെ സന്തോഷം. ഹ, ഞാനേ പ്രിയങ്കയുടെ കാര്യമാ പറഞ്ഞത്. മരിച്ചുപോയി എന്ന് പറയുന്ന ഒരാള് തിരിച്ചു വരുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? ആ, കണിമംഗലത്ത് മറ്റാരുടെയും മുഖത്ത് ഞാൻ ആ സന്തോഷം കണ്ടില്ല. പക്ഷേ ഞാൻ സന്തോഷിക്കും. കാരണം എന്താണെന്നറിയോ? എന്താ? അവള് തിരിച്ചു വരണം. ഇങ്ങോട്ട്, ഈ കണിമംഗലത്തേക്ക് തന്നെ വരണം. ഹാ, അതോടെ രാധികയുടെ അഹങ്കാരം അവസാനിക്കുമല്ലോ. ആ, അല്ല, നിയമപ്രകാരം പ്രിയങ്ക വരുണിന്റെ ഭാര്യയല്ലേ? അവള് തിരിച്ചെത്തുമ്പോ ആ വേലക്കാരി ഇവിടെ നിറങ്ങണ്ടേ? ആ, പിന്നെ ഒരുപാട് പാരമ്പര്യമുള്ള തറവാടല്ലേ നമ്മുടേത്. പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ വലിയ തമ്പ്രാക്കന്മാരുടെ ഭാര്യമാര് പ്രസവത്തിനും മറ്റും പോകുമ്പോ അതെ, അവരുടെ സുഖജീവിതത്തിന് തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചിലർക്ക് ചുമതല കിട്ടുമെന്ന്. അത്രയുള്ളു രാധികയുടെ കാര്യം. ഹാ, പ്രിയങ്ക ഇല്ലാത്ത കുറച്ച് ദിവസങ്ങളില് വരുണ് സന്തോഷം കൊടുക്കാൻ ഒരുത്തി. എങ്ങനെ തനിക്കിതൊക്കെ പറയാൻ പറ്റണ കൽപ്പന? ഈ ദുഷ്ട സ്വഭാവം മാറാൻ ഇനി സമയമായില്ലേ? രാധികയെ കുറിച്ച് പറയുമ്പോ ഇത്രയ്ക്കങ്ങ് പൊള്ളുന്ന എന്തിനാ? എങ്കിൽ പിന്നെ വരുണിന്റെ രാധികയുടെയും പ്രിയങ്കയുടെയും കാര്യത്തില് സൂര്യ തന്നെ ഒരു സൊല്യൂഷൻ പറയണം. എനിക്കറിയില്ല. ആ, പക്ഷേ എനിക്കറിയാം. ഏത് കണ്ടീഷനിൽ തിരിച്ചു വന്നാലും രാധികയെ വെറും ശത്രുവായിട്ട് മാത്രമേ അവള് കാണൂ. കണിമംഗലത്ത് അവള് തിരിച്ചെത്തുന്ന നിമിഷം അവള് രാധികയെ ഇവിടെ നാടിച്ചിറക്കും. സൂര്യടക്കം ചിലര് കരയായിരിക്കും. പക്ഷേ ഞാൻ ചിരിക്കും. നല്ല സന്തോഷത്തോടെ ചിരിക്കും. ഓ, നേരം വെളുക്കുന്നത് മുതൽ രാധിക എന്ന് കേൾക്കുന്നതാ. അവളെ കണ്ടുപിടിക്കണം, അവളുടെ പെരുമാറ്റം അനുകരിക്കണം, കുടുംബത്തിനെയും കാരണവരെയും അവള് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണം. അവളാരാ? സത്യം പറഞ്ഞ കുറച്ചു ദിവസത്തേക്ക് വേണമെങ്കിൽ വാടകയ്ക്കെടുത്തൊരു പെണ്ണെന്ന് പറയാം രാധികെ. കൽപ്പന, ദേഷ്യം വന്നല്ലേ? പക്ഷെ എന്ത് ചെയ്യാനാ സൂര്യ? നിങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ളത് പോലെ ദൈവത്തിന്റെ തീരുമാനങ്ങൾ വിചിത്രമാണല്ലോ. അത്തരത്തിൽ അതിവിചിത്രമായ ഒരു കാര്യം ദൈവം അങ്ങ് തീരുമാനിച്ചു.